രശ്മി, അമേരിക്ക അടച്ചുപൂട്ടുന്നു, സർക്കാർ സ്ഥാപനങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതായത് നിത്യച്ചെലവിനുള്ള ധനബില്ല് പാസ്സാക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് ട്രംപ് ഭരണകൂടം എത്തി നിൽക്കുന്നു എന്ന ദയനീയമായ സാഹചര്യമാണിപ്പോൾ ലോകത്തിന് മുൻപിലേക്ക് എത്തുന്നത്. മനു, അമേരിക്കയിലെ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്നതിനോടെയാണ് ഷട്ട് ഡൗൺ എന്ന പദം കൊണ്ട് അവരർത്ഥമാക്കുന്നത്. നിലവിൽ ഷട്ട് ഡൗൺ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ US കോൺസുലേറ്റ് കോൺഗ്രസിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഫലമായാണ് നിലവിൽ ഈ ഒരു ഷട്ട് ഡൗൺ പ്രഖ്യാപിക്കുന്നതിലേക്ക് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 12ഓളം വാർഷിക ബില്ലുകളാണ് ഒരു വർഷത്തിൽ ധനവർഷത്തിൽ US കോൺഗ്രസ് പാസ്സാക്കുക. എന്നാൽ ഇത്തവണ ഈ ബില്ല് പാസ്സാക്കുന്നത് സംബന്ധിച്ച് US കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഈ അവശ്യ സർവീസുകളടക്കമുള്ള നിർത്തിവെക്കാൻ തങ്ങൾ ഒരുങ്ങുകയാണെന്ന് ട്രംപ് അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 2018-19 വർഷത്തിൽ ഇത്തരത്തിൽ ഒരു ഷട്ട് ഡൗണിലേക്ക് അമേരിക്ക കടന്നിരുന്നു. അന്നൊരു 35 ദിവസത്തോളം അമേരിക്കയിലെ സർക്കാർ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ച് അമേരിക്ക പൂർണ്ണമായ ഒരു സ്തംഭനത്തിലേക്ക് നീങ്ങിയിരുന്നു. നിലവിലെ പ്രശ്നം അമേരിക്കയിൽ ആരോഗ്യ സംവിധാനത്തിൽ ഒബാമയുടെ പേരിൽ നൽകി വരുന്ന ഒരു ധനസഹായം അത് നിർത്തലാക്കണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ആവശ്യപ്പെടുകയും എന്നാൽ അത് തുടരണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്നത്. ഈ സംഘർഷാവസ്ഥയെ തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നത്. മനു.